നമ്മുടെ ഡൊണാൾഡ് ട്രംപ് അണ്ണുണ്ടല്ലോ, കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്താവനയല്ല, അതായത് വിലക്കയറ്റത്തെ കുറിച്ചുള്ള ഔദ്യോഗിക റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോ, അതായത് വിലക്കയറ്റത്തിന്റെ നിരക്ക് 4%-ലധികം കൂടി എന്ന റിപ്പോർട്ട് പുറത്തു വന്നപ്പോ ട്രംപിനോട് ചോദിച്ചതാണ്. അപ്പൊ ട്രംപ് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? വിലക്കയറ്റത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. യുദ്ധം അവസാനിക്കുന്നതോടുകൂടെ ഈ വിലക്കയറ്റം പഴയപടി ആകും എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. വാവ്, നല്ല പ്രസ്താവന. അത് മാത്രമല്ല, ഹോർമൂസിലൂടെ രഹസ്യമായി ഓയിൽ ടാങ്കറുകൾ കടത്തിവിടാനുള്ള അല്ലെങ്കിൽ കടത്തിക്കൊണ്ടുവരാനുള്ള കാര്യത്തിനും ഞാൻ അനുമതി നൽകിയിട്ടുണ്ടെന്നും കൂടിയാണ് ട്രംപ് പറയുന്നത്. അപ്പോ ഇത് അമേരിക്ക എന്ന് പറയുന്നത് എന്താ, കൊള്ളസംഘം വല്ലതുമാണോ ഈ സ്മഗ്ലിംഗ് നടത്താൻ? സാധാരണ ഈ കൊള്ളക്കാരാണ് ഇങ്ങനെ ചെയ്യാറ്. നമ്മുടെ പാബ്ലോ എസ്കോബാർ ഒക്കെ അമേരിക്കയിലോട്ട് ഈ പറയുന്ന കൊക്കൈൻ ഇതേപോലെ തന്നെ ഉപരോധം, പിന്നെ അതേപോലെ തന്നെ ഈ ബ്ലോക്കേഡ് ഒക്കെ നിലനിൽക്കുമ്പോ ആരും അറിയാതെ രഹസ്യമായിട്ട് ഈ മെക്സിക്കൻ അതിർത്തി വഴിയൊക്കെ ഈ അമേരിക്കയിലേക്ക് ഈ കൊക്കൈൻ കടത്തിക്കൊണ്ടു പോവായിരുന്നു. ഇതെന്താ, അതുപോലത്തെ വല്ല ടീമാണോ അമേരിക്ക? ഇറാനിൽ നിന്ന് രഹസ്യമായി ഓയിൽ ടാങ്കറുകളിൽ എണ്ണ കടത്തിക്കൊണ്ടുവരാൻ? അത് ഇപ്പൊ അടുത്ത് ട്രംപ് പ്രസ്താവിക്കുകയും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എത്രയോ കോടി ലിറ്റർ ഓയില് ഈ പറയുന്ന ഹോർമോസിലൂടെ IRGC അറിയാണ്ട് ഞങ്ങള് കടത്തിക്കൊണ്ട് പോന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ഗുണ്ടാ സംഘം മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ കൊള്ളസംഘം കൂടിയാണ് അമേരിക്ക എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത്. അല്ലാതെ ഏതെങ്കിലും ഒരു രാജ്യം, ഇന്റർനാഷണൽ ലോ ഒക്കെ അംഗീകരിച്ച് നിൽക്കുന്ന UN-ന്റെ ഒക്കെ ഭാഗമായിട്ടുള്ള ഏതെങ്കിലും രാജ്യം ഇങ്ങനെ വേറൊരു സ്ഥലത്ത് നിന്ന് ഓയിൽ കടത്തിക്കൊണ്ട് വരൂ? അങ്ങനെ കടത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ മാർക്കറ്റിൽ അതിന് ഒരു തരത്തിലുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാനും പറ്റൂല. സ്വാഭാവികമായിട്ട് ഓപ്പൺ മാർക്കറ്റിലൂടെ ഓയിൽ ഒഴുകുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ആ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ, അല്ലേ? അല്ലാതെ കള്ളക്കടത്തിലൂടെ കൊണ്ടുവരുന്ന സാധനങ്ങള് അതിലൂടെ കൊണ്ടുപോകുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഓയിലിന് വല്ല പ്രൈസിന് വല്ല വ്യത്യാസം വരുമോ? ഇല്ല. അപ്പോ ഇതിന്റെ ന്യൂസ് ഒന്ന് ഞാൻ വായിക്കാവേ. ഇറാൻ യുദ്ധത്തെ തുടർന്ന് US കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനിടയിലും വിലക്കയറ്റത്തെ താൻ സ്വാഗതം ചെയ്യുന്നു എന്ന വിവാദ പ്രസ്താവനയുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US-ൽ വിലക്കയറ്റ നിരക്ക് 4%-ലധികം ഉയർന്നതായി വ്യക്തമാക്കുന്ന ഔദ്യോഗിക കണക്കുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ പ്രതികരണം. താൻ വിലക്കയറ്റത്തെ ഇഷ്ടപ്പെടുന്നു എന്ന് ട്രംപ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. എന്നാൽ ഇറാൻ യുദ്ധം അവസാനിക്കുന്നതോടെ നിലവാരം പഴയ പടിയാകുമെന്നും ട്രംപ് സൂചിപ്പിച്ചു. കഴിഞ്ഞ 3 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന വിലക്കയറ്റമാണ് മെയ്യിൽ US-ൽ രേഖപ്പെടുത്തിയത്. നവംബറിൽ നടക്കാനിരിക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഇത് തിരിച്ചടിയാകുമോ എന്ന ചോദ്യത്തിന് മറുപടിയായാണ് ട്രംപ് ഈ പരാമർശം നടത്തിയത്. വിലക്കയറ്റത്തെ ഏറ്റവും ഇന്ധനച്ചെലവും കുറയ്ക്കുന്നതിനായി US ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ മറികടന്ന് ഹോർമൂസിലൂടെ രഹസ്യമായി ഓയിൽ ടാങ്കറുകൾ കടത്തിവിടാനുള്ള പദ്ധതിക്ക് താൻ അനുമതി നൽകിയിരുന്നതായി ട്രംപ് വെളിപ്പെടുത്തി. യുദ്ധം അവസാനിക്കുന്നതോടെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ വില കുത്തനെ താഴുമെന്നും ട്രംപ് അവകാശപ്പെട്ടു. അടിപൊളി. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചുപൂട്ടിയതോടെയാണ് ആഗോളതലത്തിൽ ഇന്ധനം, വളം തുടങ്ങിയ അവശ്യ വസ്തുക്കളുടെ വില കൂടിയത്. ഇതിലെ ട്രംപ് വിചാരിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഈ യുദ്ധമൊക്കെ അവസാനിച്ച് ഹോർമൂസ് അങ്ങ് തുറന്നാല് അപ്പൊ തന്നെ ഓയിലിന്റെ പ്രൈസ് ഇങ്ങനെ അങ്ങ് താഴോട്ട് വീഴും എന്നുള്ളതാണ്. തേങ്ങ തെങ്ങുമെന്നും വീഴുന്ന പോലെ ഒരൊറ്റ വരവ് വരും ഓയിലിന്റെ പ്രൈസ് എന്നാണ് ട്രംപ് വിചാരിക്കുന്നത്. അങ്ങനെ നടക്കാനേ പോകുന്നില്ല. ഒന്നാമത്, ഈ ഓയിൽ പ്രൈസ് കൂടിയിട്ട് തന്നെ നിൽക്കും. അതിന്റെ കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പൊ ഈ ഓയിൽ പ്രൈസ് കൊണ്ടും ഈ പറയുന്ന ഹോർമോസില് ബ്ലോക്കേഡ് വന്നത് കൊണ്ടും കമ്പനികൾക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടം നികത്താൻ വേണ്ടിയിട്ട് ആ നഷ്ടം നികന്ന് വരുന്നത് വരെ യഥാർത്ഥത്തില് ഓയിൽ പ്രൈസ് കൂടിയിട്ടേ ഇരിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പോ ഇന്ന് തന്നെ ഇറാനുമായിട്ടൊരു കരാറിലെത്തി, അതെ, അവിടെ ഒരു സമാധാനം സ്ഥാപിച്ചു, ഹോർമൂസിലുള്ള ബ്ലോക്കേഡ് എല്ലാം അവസാനിച്ച് ട്രംപ് പൊടിയും തട്ടിപ്പോയാലും നവംബറിൽ മിഡ് ടേം എലക്ഷൻ ആവുന്ന ആ ഒരു സമയത്തേക്ക് പോലും ഈ പറയുന്ന ഓയിൽ പ്രൈസ് കുറഞ്ഞു വരണം എന്നില്ല. അപ്പൊ ഇതൊരു പ്രശ്നമാണ്. അപ്പോ വെറുതെ ഈ പറയുന്ന ഹാഫ് മൈൻഡഡ് ആയിട്ട്, ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള ഐഡിയ, നെതന്യാഹു കൊടുത്ത ഐഡിയയും കൊണ്ട് നേരെ ഇറാനിലോട്ട് ചെന്നിട്ട് ഇപ്പൊ മിഡ് ടേം ഇലക്ഷനിൽ തോൽക്കുന്ന അവസ്ഥയിലേക്ക് വന്നു.
എത്ര, അതായത് ഈ പറയുന്ന ഇസ്രായേലിനെ ഹേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇസ്രായേൽ വിരോധികളുടെ ആയ ആളുകളുടെ എണ്ണം ഏറ്റവും കൂടുതലുള്ള സ്ഥലം എന്ന് പറയുന്നത് യൂറോപ്പ് കഴിഞ്ഞ പിന്നെ അമേരിക്കയാ. അതും കൂടെ നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ മനസ്സിലാക്കണം. അപ്പൊ അവിടെയുള്ള ഒരു പൊതുവികാരം എന്ന് പറയുന്നത് യഥാർത്ഥത്തില് ഈ പറയുന്ന ഡോളറുകള്, ഞങ്ങളുടെ ടാക്സ് മണി നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടോ രാജ്യത്തിന് വേണ്ടിയിട്ടോ അല്ല, അത് ഇസ്രായേലിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് എന്നുള്ള പൊതുവികാരം ഓൾറെഡി അവിടെ ഉണ്ട്. പിന്നെ ഈ പറയുന്ന കൊള്ളപ്പരിപാടി, അതെന്താണ്? ഹോർമൂസിലൂടെ കള്ളക്കടത്ത് നടത്തുന്ന പരിപാടി. ഈ പരിപാടി നടത്താൻ വേണ്ടിയിട്ട് അമേരിക്ക എപ്പോഴൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ അതിന് പുതിയ പേരുകൾ ഇട്ടിട്ട്, അതായത് ഓപ്പറേഷൻ ഫ്രീഡം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേരുകൾ ഇട്ടിട്ടും നടത്തുന്ന പരിപാടി ഇത് തന്നെയാ. അവിടുന്ന് ഓയിൽ ടാങ്കറുകൾ അടിച്ചുകൊണ്ട് പോവുക, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ കടത്തിക്കൊണ്ടു പോകുന്ന പരിപാടി. പക്ഷെ ആ പരിപാടിക്ക് വേണ്ടിയിട്ട് ഹോർമൂസിലേക്ക് ചെന്ന ഡ്രോണുകൾ കാണാനില്ല, അപ്പാഷെ ഹെലികോപ്റ്ററുകൾ കാണാറില്ല, ഹോർമൂസിന് മുകളിലൂടെ പോയിട്ടുള്ള ഈ പറയുന്ന സ്റ്റാറ്റോ ടാങ്കർ വിമാനങ്ങൾ കാണാണ്ടായി. ഇതാണ് അവസ്ഥ. കൊള്ളപ്പരിപാടി നടത്താൻ പറ്റാത്ത അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഹോർമൂസിൽ എന്നുള്ളതാണ്. അപ്പോ ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നേ. അപ്പൊ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ്, അതും തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുടെ ന്യൂക്ലിയർ ബോംബിന്റെ ബട്ടൺ ഈ കയ്യിൽ ഇങ്ങനെ ഉള്ളം കയ്യിലിട്ട് അമ്മാനമാടിക്കൊണ്ടിരിക്കുന്ന ട്രംപ് ഇപ്പൊ അത് കയ്യിലില്ല എന്ന് പറയണ്ട കേട്ടോ. ഇയാളുടെ ബുദ്ധിക്ക് സ്ഥിരത ഇല്ല എന്ന് തോന്നിയത് കൊണ്ട് അതെല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു ന്യൂസ് പണ്ട് വന്നിട്ടുണ്ടായിരുന്നു ട്രംപിന്റെ അടുത്തുനിന്ന്. അപ്പോ അപ്പൊ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ ട്വിറ്ററിൽ ഇപ്പൊ ഷെയർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ട്, ഞാൻ ഇതിന്റെ കൂടെ വീഡിയോന്റെ കൂടെ ചേർക്കാം. ട്രംപ്സ് ലൈസ് എന്നാണ്, നത്തിങ് ബട്ട് ലൈസ്, ഇസ്ലാമിക് റെജീംസ് യുറേനിയം ഹാസ് ബീൻ ഒബ്ലിറ്ററേറ്റഡ്. ഒന്നാമത്തെ ലൈ. അങ്ങനെ ഒരു 6 ലൈ, അതായത് 6 നുണകൾ, ട്രംപ് പറഞ്ഞിട്ടുള്ള 6 നുണകള് ഈ പറയുന്ന യഥാർത്ഥത്തില് ട്വിറ്ററിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് മാത്രമല്ല, സേവിങ് ഇസ്ലാമിക് റെജീം റേസ്, അങ്ങനെ ഒരു സാധനം കൂടെ ഈ പറയുന്ന ട്വിറ്ററിൽ ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഓൾറെഡി ഡിക്ലൈനിങ് സ്റ്റേജിലായിരുന്നു ഈ പറയുന്ന ഇസ്ലാമിക് റെജീം എന്ന് പറയുന്നത് ഇറാനിലെ. അവിടുത്തെ ഇന്റേണൽ പ്രശ്നങ്ങൾ കാരണം തന്നെ ആ ഒരു റെജീം കൂടുതൽ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഇവരെ സഹായിക്കുന്ന രീതിയിലായി പോയി ട്രംപിന്റെ ഇടപെടൽ. യഥാർത്ഥത്തിൽ ഉൾട്ട എഫക്റ്റ് ആണ് അവര് വിചാരിച്ചത്. അതായത് ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ബോംബിടുന്നു, അതിന്റെ കൂടെ അവിടുത്തെ ആഭ്യന്തര കലാപം കൂടെ നടക്കുന്നു, ഇറാനെ മറിച്ചിടുന്നു, എന്നിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളിപ്പാവനെ അവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്നു. സകലതും തിരിഞ്ഞുപോയി എന്നുള്ളത് മാത്രമല്ല, ഹോർമോസില് കൊള്ളപ്പരിപാടി നടത്തേണ്ട അവസ്ഥയിലേക്ക് അമേരിക്ക മാറിപ്പോയി എന്നുള്ളതാണ് പറയാനുള്ളത്.